നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ എന്നല്ല, ആണ്. എല്ലാവരും കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഫോക്കസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ യൂട്യൂബിൽ എന്ത് കണ്ടന്റ് ചെയ്യുന്നു പറഞ്ഞാലും ആരും നോക്കാനില്ലായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ യൂട്യൂബ് സമയത്തിനനുസരിച്ച് അവരുടെ പോളിസീസിൽ മാറ്റം വന്നു. ആ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസിക്ക് ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റുകൾ അവരുടെ പോളിസിയിൽ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പൈസയുടെ പുറകെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്പോൺസർഷിപ്പുകളാണ്. പ്രൊമോഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ വരുമാനം കൂടുതൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വരുമാനം കൂടുതൽ കിട്ടുന്ന ഈ ഒരു സോഴ്സ് ആയിട്ടുള്ള സ്പോൺസർഷിപ്പുകൾ തന്നെ ചിലപ്പോൾ നമുക്ക് നാളെ നമ്മുടെ ചാനലിൽ പണിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്പോൺസർഷിപ്പ് വരുന്ന സമയത്ത് പുതുതായിട്ടൊരു ചാനലുള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. കുറേ നാളായിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്ത് സ്പോൺസർഷിപ്പുകളൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ധാരണ കാണും. പക്ഷെങ്കിൽ ഇപ്പോൾ വരുന്ന സ്പോൺസർഷിപ്പുകളും ഏജൻസികളും ഒക്കെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റേഴ്സിനെ കൊണ്ട് എങ്ങനെയെങ്കിലും വീഡിയോകൾ ചെയ്യിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചില കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. പ്രൊമോഷൻസ് കിട്ടും, പൈസ കിട്ടും. പക്ഷെങ്കിൽ നാളെ നമ്മുടെ ചാനൽ ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും തുടർന്ന ദിവസങ്ങളിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷെങ്കിൽ ചില പരിപാടികൾ നമ്മൾ മിസ്റ്റേക്കിലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ചിലപ്പം കാണത്തില്ല. ഇപ്പോൾ ഉണ്ടാക്കിയ പൈസയും പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, മുമ്പോട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ ഏജൻസികൾ, മിക്ക ബ്രാൻഡുകളും ഏജൻസികളെ ആയിരിക്കും പ്രൊമോഷന് വേണ്ടി ഏൽപ്പിക്കുക. ഏജൻസികളായിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഏജൻസികൾക്കൊക്കെ ഓരോ സ്ട്രാറ്റജി കൊണ്ട് ഇത് ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ റീച്ചിലെത്തും, കൂടുതൽ ആളുകൾ കാണും, അവർ പ്രൊമോഷൻ സക്സസ് ആവും, അതായത് ആ ഒരു ക്യാമ്പയിൻ സക്സസ് ആവും എന്നുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇവർ വരുന്നത്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ആ ഒരു ക്യാമ്പയിൻ സക്സസ് ആക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. അവർ നമ്മുടെ ചാനലിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ചാനലിൽ നാളെ ഉണ്ടാവുമോ ഇല്ലയോ, ആ ഒരു പ്രൊമോഷനിലൂടെ നമ്മുടെ ചാനലിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരുമോ, ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല. കാരണം അവർക്ക് ആ ക്യാമ്പയിൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന പല ഏജൻസികളും ക്രിയേറ്റേഴ്സിനെ കൊണ്ട് യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബ്രാൻഡുകൾ പെയ്ഡ് പ്രൊമോഷൻ തന്നിട്ട് അതിൽ സ്പോൺസർഷിപ്പ് ലേബൽ കൊടുക്കലെന്ന് പറയും. അതായത് പെയ്ഡ് പ്രൊമോഷൻ ഉള്ള ഒരു ലേബൽ കൊടുക്കുക, എന്നെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് അത് പെയ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് കൊടുക്കില്ലെന്ന് പറഞ്ഞ് ഒക്കെ നമ്മളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുക. അത് സത്യത്തിൽ ഒരു റോങ് ആയിട്ടുള്ള പരിപാടിയാണ്. അത് യൂട്യൂബറും ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ ബ്രാൻഡുകളും അങ്ങനെയുള്ള കാര്യം ചെയ്യാനായിട്ട് പാടില്ല. ഒന്നാമത്തെ കാര്യം അത്. ഈ ഒരു കാര്യം ഏതെങ്കിലും ഏജൻസി വരികയാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് നിയമപരമായിട്ട് പോലും ശരിയായിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത്, അത് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കേസുകൾ ഒഴിവാക്കി വിടുക. രണ്ടാമതായിട്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഫുൾ കൺട്രോൾ ഈ ഏജൻസികൾ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, അതിൽ എന്തൊക്കെ മെറ്റാഡേറ്റ കൊടുക്കണം അതെല്ലാം ഏജൻസിയുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവരുടെ വീഡിയോയ്ക്ക് മാക്സിമം റീച്ച് കൂട്ടാനുള്ള കാര്യങ്ങൾ അവർ ആ ഒരു കീവേഡ്സിലും ഒക്കെ ആയിട്ട് ചെയ്തു വെക്കും. പക്ഷെങ്കിൽ അവിടെ സംഭവിക്കുന്നത്, നമ്മൾ ആ കീവേഡ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെ കീവേഡ്സോ അല്ലെങ്കിൽ അതിലെ ടൈറ്റിലോ ഒക്കെ യൂട്യൂബിന്റെ പോളിസി വയലേഷൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, മെറ്റാഡേറ്റ യൂട്യൂബിന്റെ പോളിസി വയലേഷൻ ചെയ്യുന്ന രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് പണി കിട്ടും, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏജൻസികൾ തരുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കി അത് വേണോ വേണ്ടോ എന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ചുമ്മാ ഏജൻസികൾ ഇരുന്ന എല്ലാം നമ്മുടെ വീഡിയോയിൽ എടുത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് പണി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻസി ഒരു രീതിയിലും കോമ്പൻസേറ്റ് ചെയ്തില്ല. അവർ നമ്മളെ കൈയൊഴിയും. കാരണം അവരുടെ വർക്ക് ക്യാമ്പയിൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അവരത് ചെയ്തു, അവർ പോയി, പിന്നെ അവർക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെങ്കിൽ നമ്മളുടെ ചാനലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് സഫർ ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് ഏജൻസികളും പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെങ്കിൽ ലീഗലായിട്ട് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, മുമ്പ് നമുക്ക് ഏത് ടൈപ്പ് വീഡിയോ ചെയ്താലും ഒരു പ്രശ്നമില്ലായിരുന്നു. ഏൺ മണി കണ്ടന്റുകൾ, അതായത് പൈസ ഉണ്ടാക്കാം, ഓൺലൈൻ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ പണ്ട് ഒരുപാട് പേര് ചെയ്യുമായിരുന്നു. പക്ഷെങ്കിൽ ഈ സമയത്ത് യൂട്യൂബ് അത് ഒട്ടും അനുവദിക്കുന്നില്ല. അതായത് നമുക്കത് ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ചിലപ്പം നമ്മുടെ വീഡിയോ കുറച്ച് ദിവസം 5-6 ദിവസമൊക്കെ കിടക്കും, അതിന് ശേഷം അത് പണി കിട്ടും. പക്ഷെങ്കിൽ ഇപ്പം പല ഏജൻസികൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ആയത്, ഇപ്പം പല ഏജൻസികളും വരുന്നുണ്ട്, മണി ഏണിംഗ് ആപ്സിന്റെ വീഡിയോ ചെയ്യാമോ, നല്ല എമൗണ്ട് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഒരാഴ്ച ഇട്ടാൽ മതി, അല്ലെങ്കിൽ 10 ദിവസം ഇട്ടാൽ മതി, അത് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെയുള്ള വർക്കുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ചാനലിന് അതൊരു സേഫ്റ്റി ഇല്ല. അങ്ങനെയുള്ള വർക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പണി കിട്ടും. ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞായിരിക്കും പണി കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എങ്ങനെ കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള മണി ഏണിംഗ് വർക്കുകൾ ഒരു കാരണവശാലും എടുക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നാലാമതായിട്ട് പറയാനുള്ള കാര്യം, പല ഏജൻസികളും പല ബ്രാൻഡുകൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ പല ഏജൻസികളും നമ്മളോട് വന്നിട്ട് 30 ദിവസം 40 ദിവസത്തിന് ശേഷം പേയ്മെന്റ് തരാം എന്ന് പറയും. അതായത് നമ്മൾ വർക്ക് ചെയ്ത് വീഡിയോ ഇവർക്ക് കൊടുത്തതിന് ശേഷം 40 ദിവസം 60 ദിവസം ഒക്കെ വെയിറ്റ് ചെയ്യണം. ഈ 60 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവർ പേയ്മെന്റ് തരുമെന്ന് വലിയ
വലിയ ഉറപ്പില്ല. കാരണം ഓൾറെഡി എനിക്കിത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ 40 ദിവസം 60 ദിവസം പേയ്മെന്റ് ടേംസിൽ എഗ്രിമെന്റ് ഒക്കെ ചെയ്ത് ഒരു വീഡിയോ ചെയ്തു. എനിക്ക് അതിന്റെ പേയ്മെന്റ് അവസാനം കിട്ടിയത് 1 വർഷത്തിന് ശേഷം. കുറേ അവരുടെ പുറകെ നടന്ന് കുറേ ബുദ്ധിമുട്ടായതിനു ശേഷമാണ് എനിക്ക് 1 വർഷത്തിന് ശേഷമാണ് ഒരു ഏജൻസി പേയ്മെന്റ് വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം ഒരുപാട് ക്രിയേറ്റേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും അങ്ങോട്ട് പറയാനോ ഒന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല. കാരണം എല്ലാവരും ഇത് വീഡിയോയിൽ വന്നിരുന്ന് പറയത്തില്ല. ഒരു ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവം നടത്താം. ചിലർ അത് വിട്ടുകളി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പൈസ കിട്ടുന്നിടം വരെ ഞാൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നടന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ 1 വർഷത്തിന് ശേഷമാണ് ആ ഒരു പൈസ കിട്ടിയത്. അപ്പം മാക്സിമം നിങ്ങൾ ഏജൻസികൾ വരുമ്പോൾ തന്നെ അവരോട് പറയുക, വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് അൺലിസ്റ്റഡ് വീഡിയോ കൊടുത്ത് അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഹാഫ് പേയ്മെന്റ് നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എഗ്രിമെന്റ് എല്ലാം ആയതിനു ശേഷം നിങ്ങൾ വാങ്ങിക്കൊള്ളുക. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസികൾ വന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ അക്ഷരം പ്രതി നമ്മൾ അനുസരിക്കണമെന്നോ അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മുടെ ചാനലിനെ കൊണ്ടുപോകണമെന്നോ ഒരു നിർബന്ധമില്ല. ഒരു പ്രൊമോഷൻ വേണോ വേണ്ടോ എന്ന് വെക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കണ്ടന്റുകൾ നമുക്ക് ചാനലിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ചാനലിന് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള പ്രൊമോഷനുകൾ എടുക്കാനുള്ള ആ ഒരു റൈറ്റ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു നിർബന്ധവുമില്ല ഒരു ഏജൻസി നമ്മളെ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആരും വരത്തില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ചാനലിൽ എത്ര കണ്ടന്റ് വേണം, എങ്ങനെയുള്ള ഏജൻസികളുടെ പ്രൊമോഷൻ എടുക്കണം, എങ്ങനെയുള്ള ബ്രാൻഡിന്റെ പ്രൊമോഷൻ എടുക്കണം എന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലായിക്കൊണ്ട് യൂട്യൂബിന്റെ പോളിസികളെല്ലാം മനസ്സിലായിക്കൊണ്ട് അതിനനുസരിച്ചുള്ള കണ്ടന്റുകളും അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പ്രൊമോഷൻസും എടുക്കുന്നതായിരിക്കും ഫ്യൂച്ചറിൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഈ ഉണ്ടാക്കുന്ന എമൗണ്ട് പെട്ടെന്ന് നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.